ഹായ് ഫ്രണ്ട്സ്. അപ്പം കുറച്ച് പേര് ലൈവിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ചേച്ചി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ളൊരു റീസണായിട്ടാണ് ഞാൻ എന്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് കറക്റ്റായിട്ടും ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡാണ് കാരണം എനിക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് അത്യാവശ്യം ജോലിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതാകുമ്പം വീട്ടിലിരുന്ന് നീ ജോലിയെന്ന് പറയത്തില്ല, അതിനകത്തുനിന്ന് എന്തെങ്കിലും അങ്ങനെ ചാനൽ തുടങ്ങുക. അങ്ങനെ ഏണിങ്സും കാര്യങ്ങളും ഒന്നും പുള്ളി ആഗ്രഹിച്ചിട്ടില്ല, ഞാനും ആഗ്രഹിച്ചിട്ടില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തിടുമ്പം വീട്ടിലെ ജോലി നടക്കും, അപ്പം നിനക്കൊരു എൻ്റർടൈൻമെൻറ്റും ആകും, പിന്നെ മക്കളെ നോക്കാം, ഒരു എൻ്റർടൈൻമെൻറ്റ് ആകുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ പിന്നെ ഇങ്ങനെ സബ്ബൊക്കെ കൂടി വന്നപ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. 1000 2000 അങ്ങനെ. അപ്പം ഈ വാച്ച് അവർ അങ്ങനെ ആ സംഭവങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ലാസ്റ്റ്. അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ലൈവും കാര്യങ്ങളൊക്കെ തുടങ്ങി. ലൈവ് തുടങ്ങിയപ്പം ഈ വാച്ച് അവർ എന്ന് പറയുന്ന സംഭവങ്ങൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് 1000 സബായി കഴിയുമ്പോഴേ നമുക്കൊരു ആകാംക്ഷയായി. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലോ, ഒരു ആകാംക്ഷയും ഇതൊക്കെയാണ്, നമുക്ക് അടുത്ത് ഇനി എന്തോ ആകുമെന്ന്. അപ്പോൾ ഇടുന്ന റീൽസൊക്കെ പെട്ടെന്ന് കയറി പോകുന്നുണ്ട്, ശരിക്കും സബ്സ്ക്രൈബർ കൂടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു 1-2 മാസം കൊണ്ട് തന്നെ 6000 ഒക്കെ ആയി. അപ്പോഴത്തേക്ക് വാച്ചർ ഒന്നും ആയിട്ടില്ലായിരുന്നു, അങ്ങോട്ട് 25 അങ്ങോട്ട് ആയിട്ടേ ഉള്ളായിരുന്നു 4000-നകത്തുനിന്ന്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ലൈവിൻ്റെ കാര്യം ഞാനിങ്ങനെ അറിഞ്ഞ് അങ്ങനെ ലൈവ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ 6 മാസം കൊണ്ട് അപ്പോഴേ വാച്ചറൊക്കെ എനിക്ക് ഏകദേശമൊക്കെ വാച്ചവർ സെറ്റായി. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് വരുമാനത്തോടടുത്ത് ഡോളറൊക്കെ ഏകദേശം എല്ലാം ആയി. അടുത്ത സെക്കൻഡ് വരുമാനത്തിൻ്റെ ഡോളർ വന്നു തുടങ്ങി. അങ്ങനെയൊക്കെ ആയി വന്നപ്പോഴത്തേക്കില്ലേ ഭയങ്കരം ഒരാകാംക്ഷ. ഞാൻ സത്യത്തിൽ വിചാരിച്ചതല്ല എനിക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം എന്നെക്കൊണ്ട് പറ്റുമെന്ന് പോലും എനിക്ക് വിചാരിച്ചില്ല. ഇങ്ങനെയൊന്നും അഭിനയിക്കാനോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യമേയൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ പിന്നെ പാചകമായിരുന്നു എടുത്തിട്ടത്. പാചകം, ഹെയറിനെ കുറിച്ചും സ്കിന്നിനെ കുറിച്ചും ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ അതൊന്നും അത്രയും അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ ജസ്റ്റ് ഞാനൊന്ന് നോക്കിയതായിരുന്നു ഒരു റീൽസ് എടുത്തിട്ട്. ആ റീൽസ് ഇട്ടപ്പോഴത്തേക്ക് അതങ്ങ് കയറി അങ്ങ് ക്ലിക്ക് ആയപ്പോഴത്തേക്ക് അടുത്ത റീൽസ് എടുത്തിട്ട്. ആദ്യമൊന്നും ശരിക്കും നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് റീൽസ് കാണുമ്പോൾ തന്നെ അറിയാം ഒന്നും ഒരിതുമില്ല, പക്ഷേ എന്നിട്ടും അടിപൊളിയായിട്ട് കയറി. പിന്നെ എനിക്കിപ്പം അത്യാവശ്യം ഞാൻ റീൽസും കാര്യങ്ങളും പിന്നെ വീഡിയോസ് ആണെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. കാരണം ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ശരിക്കും വന്നത് തന്നെ എൻ്റെ ഹസ്ബൻഡ് നിമിത്തമാണ് ഞാൻ വന്നത് കേട്ടോ. പുള്ളി ഞാൻ എപ്പോഴും ജോലിക്ക് പോട്ടെ എന്ന് പറയുമ്പം ആ ഒരു പറച്ചിൽ നിർത്താൻ വേണ്ടിയാണ് പുള്ളി പറഞ്ഞത് ചാനൽ തുടങ്ങ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേന്ന്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരു ഇത് നോക്കിയായിരുന്നു ചെയ്തത്. ലാസ്റ്റ് ഇതൊന്ന് നിർത്തിയതായിരുന്നു ഞാൻ കേട്ടോ. ഇതങ്ങ് എന്നേക്കുമായിട്ട് നിർത്തിയതായിരുന്നു. അപ്പോൾ തന്നെ പുള്ളിയും പറഞ്ഞ് ബാഡ് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും, അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നീ എന്തായാലും തുടങ്ങിയതല്ലേ, തുടങ്ങിക്കോ, ഇതിനകത്തുനിന്ന് എന്ത് ഇൻകം കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല, നിനക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തുടങ്ങുന്നതല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിതിനകത്തുനിന്ന് പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ തുടങ്ങിയതാണെങ്കിലും സത്യത്തിൽ ഇതെനിക്കൊരു വർക്ക് പോലെ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് ശരിക്കുള്ള റീസൺ, ഇതാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ ഇതാണ്. അപ്പോൾ അറിയാത്തവരുടെ ഈ കാര്യത്തിനായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഇപ്പം ഇങ്ങനെ ഇതൊരു വീഡിയോസാക്കിയായി ഇട്ടത്.